ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരായിരം വിഷു ആശംസകൾ. അപ്പം നമുക്ക് ഈ വർഷത്തെ വിഷു ഇവിടെ തുടങ്ങാം. ആദ്യം തന്നെ കാര്യപ്പം ഉണ്ടാക്കുമെന്ന് എല്ലാവരും തലേന്ന് വീടുകളിൽ കാര്യപ്പം ഉണ്ടാക്കുന്നുണ്ടാവും. ഉണ്ണിയപ്പം എന്ന് പറയും, കാര്യപ്പം എന്ന് പറയും. കൂട്ടൊക്കെ റെഡിയാക്കി വെച്ച് നമ്മൾ അടുപ്പത്ത് തന്നെ ഉണ്ടാക്കുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് ആദ്യം തന്നെ വീടും പരിസരമൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കും. അതായത് നമ്മൾ പൊതുവേ വൃത്തിയാക്കുന്നതാണെങ്കിൽ കൂടി ഒരു ഡീപ്പ് ക്ലീനിങ് ആയിരിക്കും നമ്മൾ വിഷുവിനും ഓണത്തിനൊക്കെ ചെയ്യുന്നത്. വിഷുവിന് പ്രത്യേകിച്ചും എല്ലാം മാറാലയും എല്ലാം വൃത്തിയാക്കി തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് അപ്പത്തിൻ്റെ കാര്യത്തിന് പരിപാടിക്ക് കഴിഞ്ഞിട്ട് ഇറങ്ങുക. പിന്നെ വിഷുവിന് എല്ലാവർക്കും അറിയാം, വിഷുക്കോടിയും പടക്കങ്ങളുമാണ് പ്രധാനം. അപ്പം പടക്കങ്ങളൊക്കെ ഉണ്ട്. അപ്പം തലേന്ന് തന്നെ നമ്മളത് പൊട്ടിക്കാനുള്ള ഒരുക്കത്തിലാണ്. അതിന് മുന്നേ തന്നെയാണ് നമ്മൾ അപ്പം ഉണ്ടാക്കുന്നതും കാര്യങ്ങളൊക്കെ കണിയൊരുക്കുന്നത്. ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കുക എന്ന് പറയുന്നത്, അതായത് കാര്യപ്പം ഉണ്ടാക്കുക എന്ന് പറയുന്നത്, നമ്മൾ കണ്ണൂർ ഭാഷയിൽ കാര്യപ്പം എന്നാണ് പറയാം. അതായത് വിഷു ആഘോഷിക്കാത്തവർക്കും അപ്പം ഉണ്ടാക്കാത്തവർക്കൊക്കെ അത് ഷെയർ ചെയ്യും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു സന്തോഷവും സ്നേഹമൊക്കെ അത് പ്രത്യേകിച്ച് വേറെ തന്നെയാണ്. പിന്നെ കുട്ടികളും കൂടി നമ്മൾ ആഘോഷത്തിലാവുമ്പോഴുള്ള സന്തോഷം അത് വേറെ തന്നെയല്ലേ, ആഘോഷമല്ലേ. അപ്പം അങ്ങനെ പടക്കം പൊട്ടിക്കാൻ തുടങ്ങി. കമ്പിത്തിരിയും പൂക്കുറ്റിയും, അതായത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. അതായത് പൊട്ടുന്ന പടക്കങ്ങൾ കൂടുതലും കുറവായിരിക്കും. അത് ഇങ്ങനെ ചൈനീസ് പടക്കങ്ങളില്ലേ, കമ്പിത്തിരി, പൂക്കുറ്റി, പിന്നെ കളറായിട്ട് വരുന്നത്, പിന്നെ അതുപോലെ തന്നെ നിലച്ചക്രം, അങ്ങനെയുള്ള കുറച്ച് പിന്നെ കടുപ്പൊട്ടാസില്ലേ, അതായത് കടുപോലെ പൊട്ടുന്നത്, അങ്ങനെ കുറച്ച് ഐറ്റംസ്. ഇതെന്താണെന്ന് വെച്ചാൽ പറങ്കിപ്പടക്കം മേടിക്കും. പറങ്കിപ്പടക്കം മേടിച്ച് കഴിഞ്ഞാൽ അത് കുറേ വലിയ പാക്കറ്റല്ലേ വാങ്ങിക്കുന്നത്, അപ്പോൾ കുറേ ബാക്കി ഉണ്ടാവും. എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു 10 എണ്ണം എണ്ണി വെക്കും. എണ്ണിയിട്ട് പേപ്പറിലിട്ടിട്ട് പേപ്പർ കത്തിച്ച് അങ്ങനെ, അപ്പോൾ 10 എണ്ണം പൊട്ടുന്നുണ്ടോ നോക്കും. അപ്പോൾ ഇടുന്നല്ലോ പറക്കി കൊണ്ടുവന്ന് ബാക്കിയുള്ളത് നമുക്ക് എടുത്ത് വെക്കും. അങ്ങനെ എണ്ണി എടുത്ത് വെക്കും. പക്ഷെ നല്ല രസമാണ് അത്. കാരണം പറങ്കിപ്പടക്കമാണെങ്കിൽ അത് ഇങ്ങനെ കടകട പൊട്ടുന്നത് കേൾക്കാൻ തന്നെ നല്ല രസം. പിന്നെ അച്ഛനും നമ്മളൊപ്പരം കൂടി പടക്കം പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. അച്ഛനാകുമ്പം പിന്നെ വലിയ, അതായത് ഗുണ്ടലില്ലേ, അതെല്ലാം വലിയ പടക്കെല്ലാം പൊട്ടിക്കും. അപ്പം അങ്ങനെയുള്ള ലക്ഷ്മി പടക്കം, കുറേ പടക്കങ്ങളുണ്ട്. പക്ഷേ കുറേയൊന്നും നമ്മൾ വലിയ വലിയ പടക്കങ്ങളൊന്നും വാങ്ങിച്ചിട്ടുണ്ടായില്ല. മിക്കവാറും ചൈനീസ് പടക്കങ്ങളാണ് വാങ്ങിച്ചിട്ടുണ്ടായത്. അപ്പം കുഞ്ഞുക്കും, അതായത് മോൾക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഇങ്ങനത്തെ പടക്കങ്ങളായതുകൊണ്ട് അങ്ങനെ തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. വിഷു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് തന്നെ വരുന്നതല്ലേ പടക്കങ്ങൾ, അതല്ലേ. പിന്നെ വിഷുക്കണി അതിൻ്റെ സൈഡിൽ കൂടെ അമ്മ ഒരുക്കി വെക്കുന്നുണ്ട്. അതായത് നിങ്ങൾ കാണുന്നത് ഇന്നായിരിക്കും വീഡിയോ കാണുന്നത്. അപ്പം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകിട്ടത്തേക്ക് ആ വീഡിയോ അപ്ലോഡാകും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും ഒന്നുകൂടി താങ്ക് യു. ലാസ്റ്റ്